പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോ ഓലൊരു വർത്താനം പറയും, എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് പറയും. എന്താ വിഷയം? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാരണോലും നിസ്കരിക്കാൻ വരില്ല. അതാ പ്രശ്നം. അങ്ങനെ ആയ മനുഷ്യനാകെ സ്വീപ്പായല്ലോ. അതാണ് സംഗതി. മഹാനവറുകൾ വലിയ പ്രഭാഷകനാണ്. ധാരാളം ആളുകൾ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരും. വിദൂര നാടുകളിൽ നിന്നൊക്കെ ജുമഅക്കാൾ വരും. ബഗ്ദാദിലെ ഏറ്റവും അറിയപ്പെടുന്ന പള്ളിയിലെ ഇമാമാണ്. ജുമഅക്ക് നിറയെ ആളുണ്ടാവും. ജുമഅ കഴിഞ്ഞു പോകുമ്പോ ഒരു അടക്കം പറച്ചില്. എന്താ സംഗതിയൊക്കെ സൂപ്പർ തന്നെയാണ്, പക്ഷേ മൂപ്പര് നന്നാക്കുകയാണെങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് കാരണോലല്ലേ എന്ന് പറയും. കാരണം ജ്യേഷ്ഠ നിസ്കരിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ കുറെ ഇങ്ങനെ അനുഭവിച്ചു. വല്ലാതെ അടങ്ങാറായി. പോലീസ് ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ ആകെ സ്വീപ്പായി ആയിരുന്നു. എന്ത് ചോദിച്ചു? നാട്ടുകാരൊക്കെ എന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട്, ഓരൊക്കെ കേട്ടിട്ട് നന്നാവണുണ്ട്. ഇക്കാക്ക മാത്രം പള്ളിക്കൊക്കെ വരുന്നു. ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ഞാൻ തീരുമാനം ഉണ്ടാക്കാം. ഗസാലി ഇമാമിന്റെ പേര് അബൂ ഹാമിദുൽ ഗസാലി എന്നാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ഗസാലി ഇമാമിന്റെ ജ്യേഷ്ഠന്റെ പേര് മുഹമ്മദുൽ ഗസാലി എന്നാണ്. അബൂ ഹാമിദുൽ ഗസാലി, ജ്യേഷ്ഠൻ മുഹമ്മദുൽ ഗസാലി. ഗസാലി അവരുടെ കുടുംബ പേരാണ്. മുഹമ്മദുൽ ഗസാലി എന്ന ജ്യേഷ്ഠൻ വീട്ടിലേക്ക് വന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ എന്റെ അഞ്ചൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളും ഇവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയിലെ ഖത്തീബും ആണെന്ന് എനിക്കറിയില്ലേ, ആനക്കെന്താ ഒന്ന് ജുമഅക്ക് പോയാല് എന്ന് ചോദിച്ചു. കാരണവര് പറഞ്ഞു, മൂത്ത മോൻ പറഞ്ഞു, ഉമ്മ ഞാൻ അടുത്ത വെള്ളിയാഴ്ച പോയിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച മുഹമ്മദുൽ ഗസാലി നേരത്തെ തന്നെ ജുമഅക്ക് വന്നപ്പോ ഗസാലി ഇമാമിന് വലിയ റാഹത്തായി. എല്ലാ പ്രശ്നവും ഇന്നത്തോടു കൂടെ തീരാണല്ലോ എന്ന് എഴുതിയിട്ട് നല്ല റാഹത്ത്. പള്ളിക്കന്ന് വാങ്കുവിളിച്ചു. മഹാനവറുകൾ ഖുതുബക്ക് വേണ്ടി ഹാജരായി. മിമ്പറിൽ കയറി ഖുതുബ ഓതി. നിസ്കാരം ആരംഭിച്ചു. അവല് സഫ് തന്നെ കാക്ക അങ്ങനെ നിൽക്കുന്നുണ്ട്, വലിയ റാഹത്ത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് തക്ബീർ ചൊല്ലിയപ്പോ മുഹമ്മദുൽ ഗസാലി കയ്യച്ചിട്ട് അവല് സഫ് കൂടെ നടന്നിങ്ങനെയാണ് പോയി പുറത്തേക്ക്. വന്നിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ എരപ്പായി. അങ്ങനെ ഇപ്പൊ എന്താ കട്ടുക? അന്ന് പിന്നെ ജുമ കഴിഞ്ഞേക്കിന് അവിടെ നിന്നോന്നില്ല, വേഗം പെരേക്ക് പോയി. കാരണം ആൾക്കാരൊക്കെ കൂടി പെരടിക്ക് പിന്നെ എന്തേലും വല്ല ടയർ എന്തേലും വെച്ചിട്ടോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. അതുകൊണ്ട് വേഗം പെരേ പോയി. ഇമ്മാട് പറഞ്ഞു സംഗതി പറ്റിച്ചു പറഞ്ഞു. എന്താ ചോദിച്ചു? വന്നിട്ടില്ലെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ ഇടങ്ങാറായി. രണ്ടാമത്തെ റക്അത്തേക്ക് നീച്ചേക്കിന് കയ്യച്ചാണ് പോയി പറഞ്ഞു. എന്നിട്ട് എവിടെ ഓന് ചോദിച്ചു. ഓനെ പിന്നെ കാണാനില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം മുഹമ്മദുൽ ഗസാലി വന്നപ്പോ അമ്മ ചോദിച്ചു, മോനെ നീ ഇന്ന് ജുമഅക്ക് ചെന്നിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ കയ്യഴിച്ചു പോയി എന്ന് പറഞ്ഞല്ലോ, എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഉമ്മ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് വരെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ റക്അത്തേക്ക് നീച്ചതോടുകൂടെ ചോരയില് ആകെ അങ്ങോട്ട് കുളിച്ചപ്പോ ഞാൻ പോയതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പരിങ്ങനെ ഒരു ഹൗലായി ആയിട്ട് പോവുകയും ചെയ്തു. പിന്നെ അബൂ ഹാമിദുൽ ഗസാലി പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എന്റെ കാക്ക പറഞ്ഞത് രണ്ടാമത്തെ റക്അത്തേക്ക് എഴുന്നേറ്റപ്പോ ചോരയിൽ ഇങ്ങനെ കുളിച്ചപ്പോ ഞാൻ പോവുകയാണ് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. അതിലൊരു ശരിയുണ്ട് പറഞ്ഞു. എന്താ ശരി? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിൽ ഒരു കിതാബ് എഴുതി. അതിന്റെ പേര് ബസീത്ത് എന്നാണ്. വിശാലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫിഖ്. എഴുതി കഴിഞ്ഞപ്പോ മൂപ്പരിങ്ങനെ തോന്നി, ആരാപ്പതൊക്കെ നോക്കി തീർക്ക, ഒന്ന് ചുരുക്കിയാലോ എന്ന് തോന്നിയിട്ട് മൂപ്പരതൊന്ന് ചുരുക്കി എഴുതി. അതിന്റെ പേരാണ് വസീത്ത് എന്ന് പറയുന്നത്. എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തോന്നി, ആരാപ്പതൊക്കെ നോക്കി തീർക്ക, ഒന്നും കൂടി ചുരുക്കിയാലോ എന്ന് തോന്നിയിട്ട് മൂന്നാമത്തെ ചുരുക്കല് നടക്കുകയാണ് വജീസ്. ഹൈള് നിഫാസിന്റെ അവിടെ ഇങ്ങനെ മസല എഴുതിക്കൊണ്ടിരിക്കണതിന്റെ ഇടയിൽ പള്ളിക്കന്ന് മുക്രിക്കാക്ക് വാങ്ങിക്കൊടുത്തതാണ്. ആ കടലാസും പേനി അവിടെ വെച്ചിട്ട് ജുമഅക്ക് പോയി, ഖുതുബ ഓതി. ഒന്നാം റക്അത്ത് കഴിഞ്ഞു. രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റതോടുകൂടെ കൽബിലേക്ക്
ഹൈദ് നിഫാസിന്റെ മസല എഴുതിയതിന്റെ ബാക്കി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് ഇക്കാക്ക കൈയഴിച്ചു പോയത് എന്ന് മനസ്സിലായപ്പോ മുഹമ്മദുൽ ഖസാലിയെ അന്വേഷിച്ചു പുറപ്പെട്ടു. ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. മുഹമ്മദുൽ ഖസാലിയെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇന്നൊന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, നന്നാക്കൊക്കെ ചെയ്യാം, തൊള്ളേത്ത നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. നന്നാക്കണേന് കുഴപ്പമൊന്നുമില്ല, നന്നാവണമെങ്കിൽ ഒരു വഴിയുണ്ട്, തൊള്ളേത്ത നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാം സ്ഥാനം രാജിവെച്ച് മസ്ജിദ് തൂസ് എന്ന പേരായ ഇറാഖിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു പള്ളിയില്, ഇറാഖിലെ മിനി ഊട്ടിയിലുള്ള ഒരു പള്ളി പോയിട്ട്, ഒരു മലഞ്ചെരുവിലുള്ള പള്ളി പോയിട്ട് അവിടെ 3 മാസത്തോളം സംസാരിക്കാതിരുന്നു. അത്യാവശ്യത്തിന് മാത്രം വർത്താനം പറയും. അങ്ങനെ 3 മാസം ഇരുന്നു. ആ 3 മാസത്തെ നിശബ്ദ വ്രതം കഴിഞ്ഞതിന് ശേഷം, മൗനമായ വ്രതം കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ്. തസവുഫിന്റെ വളരെ പ്രധാനപ്പെട്ട വിശാലമായ രചനകളിൽ ആദ്യത്തേത് എന്ന് പറയാവുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹുവിന്റെ രചനയാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് അത് നടക്കുന്നത്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചു. ആ മനുഷ്യന്റെ പേരാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ശിഷ്യനാണെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ എന്നാലും പ്രബലമായ അഭിപ്രായം ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്നാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ച എല്ലാ നിയമങ്ങളെയും സാധാരണക്കാർക്കിടയിൽ നടപ്പിൽ വരുത്തി മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഹിജ്റ 470 കാലം. 470 എന്ന് പറയുന്നത് 5-ാം നൂറ്റാണ്ടാണ്. 401 മുതൽ 499 അല്ലെങ്കിൽ 500 വരെയുള്ള കാലഘട്ടമാണ് 5-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാലഘട്ടം. അതിന് മുമ്പ് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതിന്റെ മുമ്പ് അതിന്റെ ആവശ്യമില്ല. അതിന്റെ മുമ്പ് സാധാരണക്കാരൊക്കെ ഔലിയാക്കൾ തന്നെയാണ്. അതാണ് കാരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വലിയാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയാണ്. അങ്ങനെ ഓരോ സഹാബത്തിനെയും താബികളെയും എടുത്താൽ എല്ലാവരും ഔലിയാക്കൾ തന്നെയാണ്. അന്നത്തെ സാധാരണക്കാർ വരെ വലിയ വലിയ ദർജയുള്ള ആളുകളായതിനാൽ തസവുഫ് എന്ന ഒന്ന് വേറെ ആവശ്യമുണ്ടായില്ല. 5, 6, 7, 8 ഹിജ്റ 5, 6, 7, 8 നൂറ്റാണ്ടുകളാണ് തസവുഫിന്റെ നൂറ്റാണ്ട്. ആ കാലത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു വരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മഹാനായ സയ്യിദുനാ അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു വരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനായ സയ്യിദുനാ അബുൽ ഹസൻ അലി നിശാദുലി റളിയല്ലാഹു അൻഹു വരുന്നത്. ബഹാവുദ്ദീൻ നഖ്ശബന്ദി മുഹമ്മദ് അൽ ബുഖാരി റളിയല്ലാഹു അൻഹു വരുന്നത്. എല്ലാം ആ കാലഘട്ടത്തിലാണ്. നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് പറഞ്ഞാല് സുന്നികൾക്ക്, നമുക്ക് പറഞ്ഞ സുന്നികൾക്ക് എന്നാണല്ലോ. സുന്നികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? എല്ലാ കാലഘട്ടത്തിലും വന്ന സ്വാലിഹ്യങ്ങളൊപ്പം നമ്മൾ ഉണ്ടാവും. അതാണ് നമ്മളൊരു പ്രത്യേകത. സമസ്തന്റെ 100-ാം വാർഷികത്തിന്റെ പ്രമേയങ്ങൾ ശ്രദ്ധിച്ചോ? സമസ്തന്റെ 100-ാം വാർഷികത്തിന്റെ പ്രമേയം സമസ്ത ഉണ്ടായിട്ട് 100 കൊല്ലാണല്ലോ ആയത്. പക്ഷെ പ്രമേയത്തിൽ നൂറ്റാണ്ടുകളിലൂടെ എന്ന് ജമ്മാണ്. ഒരു നൂറ്റാണ്ടല്ല, കുറെ നൂറ്റാണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. പ്രമേയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല.
നൂറ്റാണ്ടിലൂടെ എന്ന് ഏകവചനല്ല, നൂറ്റാണ്ടുകളിലൂടെ എന്ന് ബഹുവചനമാണ്. സമസ്ത ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ, പിന്നെ എങ്ങനെ നൂറ്റാണ്ടുകൾ ആയത്? അതിനൊരു കാരണമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം 100 കൊല്ലത്തെ പാരമ്പര്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ പാരമ്പര്യമാണ്. അന്ന് നമ്മളെല്ലാരും നബിന്റെ ഒപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, സക്കാത്ത് നിഷേധികൾ ഉണ്ടായി. ഇസ്ലാമിൽ അസംഘടിതമായി ആദ്യമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സക്കാത്ത് നിഷേധമാകുന്നു. അവരുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംവാദം നടത്തി. ചിലരുമായി യുദ്ധം ചെയ്തു, കുറച്ചാൾക്കാര് പിന്തിരിഞ്ഞു, ബാക്കി ആൾക്കാർ ഉറച്ചു നിന്നു. നമ്മളാരപ്പ? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പം. അതാണ് പാരമ്പര്യം. ഉമർ റളിയല്ലാഹുവിന്റെ കാലം വന്നു, വല്ല അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങനെയാണ് കഴിഞ്ഞു പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അൽ ഫിത്നത്തുൽ കുബ്ര എന്ന് പറയുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ ഫിത്നയുണ്ടാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണർമാരുടെ മേൽ അഴിമതി ആരോപണം നടത്തി. ജൂതന്മാരാണ് ആരോപണം നടത്തിയത്. ഒന്നുമില്ലാതപ്പോ അങ്ങനെ പറയില്ലല്ലോ എന്ന് കുറച്ച് ആൾക്കാർക്ക് തോന്നി. അങ്ങനെയല്ലോ, കാറില്ലാതെ മഴ പെയ്യൂല എന്ന് പറയും ചില ആൾക്കാര്, തീയില്ലാതെ പുക ഉണ്ടാവൂല എന്ന് പറയും ചില ആൾക്കാര്. ഒന്നുമില്ലാതപ്പോ അങ്ങനെ പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് അഴിമതി ആരോപണം ഉന്നയിച്ച ആൾക്കാരൊപ്പം ചേർന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. നമ്മളാരപ്പ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒപ്പം. അതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞത്. എല്ലാ കാലത്തും നമ്മൾ സ്വാലിഹീങ്ങളൊപ്പം നിന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമ്മൾ ആരപ്പ? അലി റളിയല്ലാഹുവിന്റെ ഒപ്പം. അവിടുന്ന് ഇങ്ങനെ പോന്നാൽ താബിയുടെ കാലഘട്ടം വന്നു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് മഹാനവർകളുടെ ശിഷ്യൻ തന്നെ ആദ്യമായി ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നു. നമ്മളാരപ്പ? ഹസനുൽ ബസരിന്റെ ഒപ്പം. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഹിജ്റ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വന്നു, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വന്നു, മാലിക് റളിയല്ലാഹു അൻഹു വന്നു. 4 മദ്ഹബ് ആക്കിയതല്ല, 4 മദ്ഹബ് ആയതാണ്. മദ്ഹബ് വേറെ ഉണ്ടായിരുന്നു, പറ്റാത്തോണ്ടാണ്. മദ്ഹബ് 4 നല്ല ഉണ്ടായിട്ട് വേറെ ഉണ്ടായിട്ടുണ്ട്. 10ഓളം മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹിൽ ഇബാദ് എന്ന് പറയുന്ന ആളുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. സ്വീകരിക്കാൻ പാടില്ല, കാരണം അത് ഹക്കല്ല, ഹക്കിന്റെ പേരിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ പറഞ്ഞു. ഹക്ക് 4 ഉള്ളൂ. ഷാഫി മദ്ഹബ് തന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. 4 ഏതായാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയണത്. നമ്മളെ പള്ളിന്റെ മദ്രസിന്റെ ഒക്കെ ഭരണഘടനയിൽ ഉണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബിനെ സ്വീകരിക്കണം. നമ്മൾ ഷാഫികളാണെന്ന് എഴുതിയിട്ട് എല്ലാവരും ഷാഫികളാവണമെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല, വാശിയൊന്നുമില്ല. നമ്മളേതാ വെച്ചാ അതന്നെ ഇക്കോളം എന്നുള്ള വാശിയല്ലത്. ഹക്ക് 4 ഉള്ളൂ, ശരി 4 ഉള്ളൂ, അതിനാൽ 4 ആവാൻ പറ്റുള്ളൂ എന്നാണ്. ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഷാഫി മദ്ഹബ് ഒന്നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹനഫി മദ്ഹബാണെന്നാണ്. കേരളത്തിൽ ഷാഫി മദ്ഹബാണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബുകാരായ നമുക്ക് എല്ലാവർക്കും ഷാഫി മദ്ഹബുകാരാവണം എന്ന അഭിപ്രായമൊന്നുമില്ല. ഷാഫി ആയാലും കുഴപ്പമില്ല, ഹനഫി ആയാലും കുഴപ്പമില്ല, ഹംബലി ആയാലും കുഴപ്പമില്ല, മാലിക്കി ആയാലും കുഴപ്പമില്ല എന്നാ നമ്മളെ അഭിപ്രായം. അല്ലാത്തത് പറ്റൂല. എന്തുകൊണ്ട്? ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ മദ്ഹബ് മുഴുവനായും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ പറ്റൂല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, കാരണം അത് നിയമത്തോടും ന്യായത്തോടും ഹക്കിനോടും യോജിക്കുന്നതല്ല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് ഇന്ന് നിലവിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, ഒമാനിലുണ്ട്. ഇബാദിയാക്കൾ എന്ന് വരാൻ ആൾക്കാര് ഒമാനിലുണ്ട്. ഒമാനിൽ പോയ ആൾക്കാർക്ക് അറിയാം. മഴ പെയ്താൽ നിസ്കാരം ജമ്മാക്കും, വെയിലറിച്ചാൽ നിസ്കാരം ജമ്മാക്കും, റോഡ് ചൂടായാൽ ജമ്മാക്കും, ക്ഷീണം കൂടുതലായാൽ ജമ്മാക്കും. അങ്ങനെയൊക്കെയാണ്.
നിസ്കാരം ജമ്മാക്കാന് ചെറിയ കാരണം മതി എന്നൊക്കെയാണ് അബ്ദുല്ലാഹി ലിബാദിന്റെ അഭിപ്രായം. അത് മാത്രമൊന്നല്ല കേട്ടോ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ന്യായത്തോടും യുക്തിയോടും ഇസ്ലാമികമായ പ്രമാണങ്ങളോടും യോജിക്കാത്തതിനാൽ അത് സ്വീകരിക്കാൻ പാടില്ലെന്നും സ്വീകരിക്കുന്നവൻ ബിദ്അത്തുകാരനായി തീരുമെന്നുമാണ് നമ്മുടെ അഖീദ. എന്തുകൊണ്ട്? സംഗതി ശരിയല്ല. അപ്പൊ ശാഫി മദ്ഹബ് തന്നെ ആവണം എന്നുള്ള വാശിയല്ലത്, ഹക്കാവണം എന്ന വാശിയാണ്. ഷാഫി മദ്ഹബ് നമ്മളുള്ളവർ തന്നെ ആവണം എന്നാണെങ്കിൽ നമുക്ക് എല്ലാവരും ഷാഫി മദ്ഹബ് തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിച്ചൂടെ? അങ്ങനെയല്ലല്ലോ. ഹനഫി ആവണേന് നമുക്കൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ സുബഹിക്ക് കുനൂത്തോതും. ഹനഫി മദ്ഹബ് സ്വീകരിച്ചാൽ സുബഹിക്ക് കുനൂത്തോതൂല. ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ടാണ് കുനൂത്തോതാത്തതെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുള്ളവർ തന്നെ ആവണം എന്ന വാശിയല്ലത്. സത്യത്തിന്റെ മേൽ മാത്രമേ ആകാവൂ, സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായമാണ്. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കൂല. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കും, മഹാനവർകളുടെ മദ്ഹബിനെ സ്വീകരിക്കൂല. എന്താ കുഴപ്പം? ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് മഹാനവറുകളാൽ ഉണ്ടായതല്ലെന്നും ആരോ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മേൽ എഴുതി വെച്ചതാണെന്നും അഭിപ്രായമുള്ളതിനാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് നമ്മളെ അഭിപ്രായം. അതുകൊണ്ട് ബാത്തിലാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പിന്തുടരാൻ പാടില്ല എന്ന് പറയുന്നത്. 5 നൂറ്റാണ്ടിന് ശേഷം 3 നൂറ്റാണ്ടിന് ശേഷം ഹിജ്റ 4, 5 നൂറ്റാണ്ടുകളിലായിട്ടാണ് അഖീദയുടെ ഇമാമുമാര് വരുന്നത്. ഹിജ്റ 3-മൂന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഫിഖഹിന്റെ അയിമ്മത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഫിഖഹിന്റെ കാലം എന്ന് പറഞ്ഞാല് ഈ ദീനിൽ ആദ്യമായി ഉറപ്പിച്ചത് ഫിഖഹാണ്. നിങ്ങൾക്ക് മനസ്സിലാകേണ്ടിയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഉണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കാം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിച്ചോട്ടെ. ഇല്ലെങ്കിൽ പറഞ്ഞോളി, വിഷയം മാറ്റി നമുക്ക് സ്വർഗം നരകൊക്കെ ആക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലാകണ്ടല്ലോ അല്ലേ? ഒരു ഹർക്കത്തും ഇല്ല. മനസ്സിലാകണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നാ ഒരു യാനബി യാ നബി യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലവാത്തുല്ലാഹി അലൈക്കും അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അപ്പൊ ശ്രദ്ധിച്ചോക്കാണി, 1-ാം നൂറ്റാണ്ട് നബിയുടെയും സഹാബത്തിന്റെയും കാലഘട്ടം, 2-3 നൂറ്റാണ്ടുകൾ ഫിഖഹിന്റെ ഇമാമുമാരുടെ കാലഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനില് ഇളക്കല്ലാതെ ആദ്യം ഉറപ്പിച്ചത് ഫിഖഹാണ്. ആദ്യം ഉറക്കണം. എന്താ കാരണം? ഫിഖ് എല്ലാവർക്കും വേണ്ടതാണ്. ത്വരീഖത്ത് എല്ലാവർക്കും ഉണ്ടായിട്ട് ചെയ്യലും കുഴപ്പമൊന്നുമില്ല. ഫിഖ് ഇല്ലാതെ ആർക്കും കഴിയൂലല്ലോ. ഏത് കണ്ണൂട്ടുകാരനും വേണം ഫിഖ്, ഏത് തെങ്ങുമക്കാരൻ ആൾക്കും വേണം ഫിഖ്, ഏത് കൂലിപ്പണിക്കാരനും വേണം ഫിഖ്, ഏത് ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഒക്കെ ആവശ്യമുള്ളതാണ് ഫിഖ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ ആദ്യം ഉറപ്പിച്ചു നിർത്തിയത് ഫിഖ്ഹാണ്. 4 മദ്ഹബുകൾ സ്ഥിരപ്പെട്ടു. 4-ന് അപ്പുറത്തേക്ക് ഒരാൾ പോയാൽ, 4ഉം വേണ്ടെന്ന് പറഞ്ഞാൽ, 4ഉം കൂടി കൂട്ടിക്കുഴച്ചാൽ അവൻ ബിദ്അത്തുകാരനാണ് എന്ന് നമ്മൾ പറയും. അതാണ് ആദ്യം സ്ഥിരപ്പെട്ടത്. അത് കഴിഞ്ഞ് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത്. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണെന്ന് വാദിച്ചു,
ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ല എന്ന് വാദിച്ചതിനാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ചാട്ടവാറ് കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുഅ്തസിലി എന്ന പേരായ വിഭാഗത്തിനാണ് ഭരണമുണ്ടായിരുന്നത്. മുഅ്തസിലിയാക്കളുടെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്ന വാദം. നമ്മളെന്താ പറഞ്ഞത്? സുന്നികളായ നമ്മൾ പറയണത് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടി അല്ലെന്നും അതവന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ് എന്നുമാണ് നമ്മുടെ വാദം. അതായത് ഖുർആൻ അല്ലാഹു ഉണ്ടാക്കിയതല്ല, അല്ലാഹുവിന്റെ കലാം അല്ലാഹു ഉണ്ടാക്കിയതാണെന്ന് വന്നാൽ കലാം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു ഇല്ല എന്ന് വരും. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലെന്നും അല്ലാഹു എന്നുണ്ടോ അന്ന് മുതൽ അല്ലാഹുവിന്റെ കലാം ഉണ്ട് എന്നുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഇതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവസാനം കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്താ ആ മൂന്നാമത്തെ പറഞ്ഞു എന്ന് ചോദിക്കേണ്ടി വരും. അപ്പൊ വന്നിരിക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് സദസ്സൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. മൈക്ക് അതിലേറെ ഉഷാറാണ്, ക്യാമറ അതിനേക്കാൾ ഉഷാറാണ്, ഒരുക്കങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്. കവറ് കൊടുന്നവര് ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. തങ്ങൾ വന്നിട്ട് ബക്കറ്റ് വീട് നടത്തുന്നത് അപ്പൊ അതിന് നടത്തിയാലോ? തങ്ങൾ വന്നിട്ട് നടത്തണം. ഇപ്പൊ നടത്തല്ലേ? ആൾക്കാർ വരും, നടത്തിക്കോളി. ആണുങ്ങൾക്ക് മുസാഫത്താണ്, ആണുങ്ങൾക്ക് തങ്ങൾ വന്നിട്ട് മുസാഫത്താണ്, കനം കൂടും. പെണ്ണുങ്ങൾക്ക് ബക്കറ്റാണ്, കനം ഒട്ടും കുറക്കണ്ട. അപ്പൊ അത് എന്നാ ഇൻഷാ അല്ലാഹ് ഒരു സൗകര്യം പോലെ പിരിച്ചോളും. അതിനു വേണ്ടി പ്രത്യേക സമയമൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയല്ലാരും എനിക്ക് നോക്കിയാലേ വയലറിയാൻ കഴിയുള്ളൂ എന്നുള്ള എൻ്റെ ഒരു പ്രശ്നമാണ്. നോട്ടം പോയാൽ വയല് പോകും, അതാണ്. അങ്ങനെ നോക്കിയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറയാം, അങ്ങനെ. അപ്പൊ എല്ലാരും കൂടി നോക്കുക. എല്ലാരും ചൊല്ലി ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇല്ലാ سيدي خير النبي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഇങ്ങോട്ട് നോക്ക എല്ലാരും. അപ്പൊ 3, 4, 5 നൂറ്റാണ്ടുകളിലാണ് അഖീദയുടെ ഇമാമുകൾ വരുന്നത്. നമ്മളെ പാരമ്പര്യത്തിൽ ആദ്യം ഉറപ്പിച്ചത് ഫിഖ് ആണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും ആവശ്യമുള്ളതായിരുന്നു ഫിഖ്. 5-ാം നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി ഈമാൻ കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിനാൽ ഈമാൻ ഉറപ്പിക്കേണ്ടി വന്നു. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണെന്ന് വാദിച്ചു. നമ്മളെ വിശ്വാസം അനുസരിച്ച് ഖുർആൻ അല്ലാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങി എന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങി എന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ്. മനസ്സിലാവുണ്ടോന്ന് അറിയില്ല പഠിച്ചോനെ. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ഓതി കൊടുത്തുങ്ങാണ്ട് ഇത് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോയി ഓതി കൊടുത്തലാന്ന് പറഞ്ഞതല്ല. അല്ലാഹുവിൽ നിന്ന് ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ ഇറങ്ങി എന്നല്ല,
ഖുർആൻ അല്ലാഹു എന്നുണ്ടോ അന്ന് അല്ലാഹുവിന്റെ കലാമുണ്ടെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇഅ്തിഖാദ്. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് എന്തേ ഉണ്ടായത്? നബിയിലേക്ക് അത് എത്തിയത് ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രത്യേകത നബി തങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രാധാന്യം മുഹമ്മദ് നബിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഇറങ്ങൂല. അതിനാൽ ഖുർആനിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഖുർആന്റെ പ്രത്യേകത എന്താണ്? അള്ളാന്റെ കലാമായി എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്ന പ്രത്യേകതയാണെങ്കിൽ അത് തൗറാത്തിനുണ്ട്. തൗറാത്തും അള്ളാഹുവിന്റെ കലാം തന്നെയാണ്. ഇഞ്ചീലും അള്ളാഹുവിന്റെ കലാം തന്നെയാണ്. സബൂറും അള്ളാഹുവിന്റെ കലാമാണ്. തൗറാത്തിനില്ലാത്ത, ഇഞ്ചീലിനില്ലാത്ത, സബൂറിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഖുർആനിനുള്ളത് എന്ന് ചോദിച്ചാല് ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് എന്നതാണ് പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്നിറങ്ങി എന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ്. കാരണം ഖുർആൻ അല്ലാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്ന അസലിയായ കലാമാണ്. അതിന് അക്ഷരമില്ല, അതിന് ശബ്ദമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനാണ്. അക്ഷരമാരതാ സാലിം വൈസിയുടെ, ഒച്ച ആരതാ സാലിം വൈസിയുടെ, അള്ളാന്റെ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ഖുർആനാണ്. ഒച്ച ആരതാണ്? സാലിം വൈസിയുടെ. അക്ഷരമാരതാണ്? സാലിം വൈസിന്റെ. അർറഹ്മാനിർ റഹീം എന്നത് ഖുർആനാണ്. അക്ഷരമാരതാ മുത്തുനബിയുടെ, ഒച്ചാരതാ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക് യൗമിദ്ദീൻ എന്നത് ഖുർആനാണ്. അക്ഷരമാരുടേതാണ് ജിബ്രീലിന്റെ അലൈഹിസ്സലാം. ശബ്ദന്മാരുടേതാണ് ജിബ്രീലിന്റെ അലൈഹിസ്സലാം. അവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ അതിന് അക്ഷരമില്ല, ശബ്ദമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് ഉണ്ടെന്ന് വാദിച്ചു ചില ആളുകള്. വിശ്വാസത്തിൽ വന്ന ആദ്യത്തെ അഭിപ്രായ വ്യത്യാസമാണ്. ഈ അഭിപ്രായ വ്യത്യാസമുണ്ടായതിന്റെ പേരിൽ ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ തീരുമാനിച്ചു ഭരണകൂടം. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പട്ടാളക്കാര് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാർ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ എവിടെയും പോയിട്ടൊന്ന് ഒളിച്ചിരുന്ന ആളി പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോ മൂപ്പര് അവിടുന്ന് പുറത്തിറങ്ങി. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദെ പട്ടാളക്കാർ പോയിട്ട് ചെയ്യല്ലോ, നിങ്ങൾ എന്തേ ഇറങ്ങിയെന്ന് ചോദിച്ചോ. പറഞ്ഞു, മുത്തുനബി ആകെ ഗുഹയിൽ 3 ദിവസം ഇരുന്നിട്ടുള്ളൂ, അതിനേക്കാൾ ഇരിക്കാൻ പറ്റൂല അറിഞ്ഞാണ്ട് പുറത്തു പോകും. ഇത്തിബാ. പുണ്യനബി ജബലുന്നൂർ സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ ഹിജറ പോകുന്ന സമയത്താണ് ഗുഹയിൽ ഇരുന്നത്. അത് 3 ദിവസം ഇരുന്നിട്ടുള്ള, അതിലപ്പുറം ഇരുന്നിട്ടില്ല. അതിനാൽ അതിലപ്പുറം ഇരിക്കാൻ പറ്റൂല അറിഞ്ഞാണ്ട് മൂപ്പര് വന്നു. പട്ടാളക്കാര് പിടിച്ചോണ്ട് ഈ ജയിലിലടച്ചു. ചാട്ടവാറ് കൊണ്ട് അടി കിട്ടി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പിന്മാറിയില്ല. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ലെന്നും അവന്റെ ദാത്തിൽ നിലനിൽക്കുന്നത് തന്നെയാണെന്നും മഹാനവറുകൾ വാദിച്ചു. നമ്മളാരപ്പ? അഹ്മദ് ബിൻ ഹംബലിന്റെ ഒപ്പം. കാരണം അതാണ് ശരി. അതുകൊണ്ടായി വന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നമ്മളെ മൂത്താപ്പായതുകൊണ്ടൊന്നല്ല, ശരിയായതുകൊണ്ടാണ്. ഈ അഖീദയെ, ഈ വിശ്വാസത്തെ രണ്ടാളുകൾ ക്രോഡീകരിച്ചു 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും. ഒന്ന് സയ്യിദുനാ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബാ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹു ആണ്. നമ്മള് അശ്അരിയാക്കളാണ്, നമ്മളെ അശാഇറത്ത് എന്നാണ് പറയാ. നമ്മൾ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചവരാണ്. അബുൽ ഹസൻ അൽ അശ്അരിന്റെ തന്നെ സ്വീകരിക്കണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അബാ മൻസൂരിനിൽ മാതുരിദിയെ സ്വീകരിച്ചാൽ മതി, കാരണം അതും ഹക്കാണ്. നമ്മളൊപ്പം കൂടണം എന്നല്ല നമ്മളെ അഭിപ്രായം, ശരിയുടെ ഒപ്പമേ നിൽക്കാൻ പാടുള്ളൂ എന്നതാണ് നമ്മുടെ അഭിപ്രായം.
നമ്മളൊപ്പം കൂടണമെന്നാണെങ്കിൽ എല്ലാരും അബുൽ ഹസൻ അശ്ശരിയുടെ അഭിപ്രായം സ്വീകരിക്കണം എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ശരി രണ്ടെണ്ണമേ ഉള്ളൂ. ഒന്ന് അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസപരമായ ക്രോഡീകരണവും മറ്റൊന്ന് അബാ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസപരമായ ക്രോഡീകരണവും. ഇത് രണ്ടിലൊന്നിലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് 4-5 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. 5-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രത്യേകിച്ച് 6, 7, 8 നൂറ്റാണ്ടുകളിലായി ലോകത്ത് ത്വരീഖത്തുകൾ വന്നു, തസൗഫിന്റെ അഹ്ലുകാർ വന്നു. അതിന്റെ മുമ്പ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരൊക്കെ നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു. അതിന്റെ ശേഷമാണ് ആവശ്യം വന്നത്. അപ്പൊ വന്നു. ആ കാലത്ത് തന്നെ കേരളത്തിലും വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വന്നു. കോഴിക്കോട് ഖാദിമാർ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി കേരളത്തിൽ ഖാദിരിയ ത്വരീഖത്ത് വന്നു. മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് കോഴിക്കോട്ടത്തൂറാ തന്നിൽ പിറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ തസവ്വുഫ് എന്ന പേരായ ശരിയായ ഇസ്ലാമിക പാത കേരളത്തിൽ വന്നു. ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമുമാർ വഴിയായി ബഹുമാനപ്പെട്ട ചിശ്തി ത്വരീഖത്ത് കേരളത്തിൽ വന്നു. നൂഞ്ഞേരി കുഞ്ഞു മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി മഹാനായ ബഹാവുദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്ത് കേരളത്തിൽ വന്നു. ശാദുലി ത്വരീഖത്തിന് കേരളത്തിൽ 3 വഴികളുണ്ടായി. നല്ലോണം ശ്രദ്ധിക്കണേ നിങ്ങള്. നമ്മളെ ഹക്കായ എല്ലാ വഴിയെയും നമ്മൾ സ്വീകരിക്കും. ബാത്തിൽ സ്വീകരിക്കാൻ പാടില്ലെന്ന് ഉറപ്പാണ്. സ്വീകരിക്കാൻ പറ്റൂല. ഗൗസുൽ ആദമിനെ സ്വീകരിക്കാം. ഏതാ സ്വീകരിക്കാൻ പറ്റിയത്? ശരീഅത്തിന്റെ നിയമങ്ങളോട് കടുകിട വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. ശരീഅത്തിന്റെ നിയമത്തിനോട് എതിരുണ്ടോ? പറ്റൂല. തന്നെ തീരുമാനം. അന്നേ അതാണ് സമസ്തന്റെ പാരമ്പര്യം 15 നൂറ്റാണ്ട് മുതൽ അങ്ങോട്ട് പിടിക്കേണ്ട കാരണം. ഈ പാരമ്പര്യം 3-ാം നൂറ്റാണ്ടിലുണ്ട്, 4-ാം നൂറ്റാണ്ടിലുണ്ട്, 5-ാം നൂറ്റാണ്ടിലുണ്ട്. സൂറത്തു തൗബയിലായത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയും സ്വാദിഖീങ്ങളോട് കൂടെ ആയിരിക്കുകയും വേണമെന്ന് പറഞ്ഞതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ആ പാരമ്പര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ പോരുന്നത്. എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. എന്തേ പറഞ്ഞതെന്നല്ല, ആരെ പറഞ്ഞത്. അരിമ്പ്ര പോക്കരൂര് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഞമ്മക്ക് തിരിയായിട്ടും മഹാനവറുകൾക്ക് തിരിഞ്ഞിട്ടും ആയിരിക്കും മൂപ്പര് പറഞ്ഞ മാതിരി ആക്കാം എന്ന് തീരുമാനിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. കുറെ കാലം കഴിഞ്ഞ് നമ്മളൊക്കെ മുളച്ചു പൊന്തിയപ്പോ നമ്മക്ക് തോന്നുകയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാല് ഞമ്മക്ക് തോന്നുക അത് ചിലപ്പോ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടായിട്ട് ഇക്കാരെന്ന്. 10 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പറഞ്ഞ കേട്ടാ തോന്നും ഇവന് 20 ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ട്. ഒരു ഹദീസ് തന്നെ മുഴുവൻ അറിയില്ല. നമുക്ക് ആകെ അറിയണ ഒരു ഹദീസ് എന്താ വെച്ചാല് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ ഒരു ഹദീസ് മുഴുവനായിട്ടില്ലല്ലോ, അതിന് തന്നെ ഇനി ബാക്കിയുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് പറഞ്ഞാലേ ഹദീസിന്റെ ലഫ്ള് മുഴുവനാവുള്ളൂ. പക്ഷെ ലഫ്ള് പോരാ, അതിന്റെ സനദും കൂടി അറിയണം, അപ്പോഴൊരു ഹദീസ് ആവുള്ളൂ. അങ്ങനെ 10 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കയ്യ് നെഞ്ചിന്റെയും ബുക്കളിന്റെയും ഇടയിലാണ് കെട്ടേണ്ടതെന്ന് പറഞ്ഞപ്പോ നമുക്ക് തോന്നി അതിപ്പോ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടായിട്ടേ കാരം. പറഞ്ഞ കേട്ടാ തോന്നും ഇവന് നൂലുമ്മ ആകാശത്ത് നിന്ന് ഹദീസ് ഇറങ്ങുന്നുണ്ട്. നമ്മളെ പഴമക്കാരായ ആൾക്കാരെ ആളെ നോക്കും, എന്തേ പറഞ്ഞത് ആരെ പറഞ്ഞത് നോക്കുമായിരുന്നു. അതാണ് നമ്മളെ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാലത്തും അഹ്ലുൽ ഹക്കിന്റെ കൂടെ നിന്നു, സത്യത്തിന്റെ അഹ്ലുകാരുടെ കൂടെ നിന്നു. ത്വരീഖത്ത് വന്ന കാലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് മഹാനവറുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ നമ്മൾ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കൂടെ നിൽക്കും.
ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനവറുകളുടെ കാലത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസത്തേക്ക് നമ്മൾ പോകൂല. മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ഹക്കാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് റിഫായി ശൈഖിന്റെ കൂടെ നിൽക്കും, ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കും. ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഈ പറഞ്ഞ സംഭവമൊക്കെ വന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ഒരു നാടാണ് കേരളം. എന്താ കാരണം? കേരളത്തിൽ ലോകത്തെ എവിടെ ഇല്ലാത്ത ഈ നിഅമത്തുണ്ടാവാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ. 6-ാം നൂറ്റാണ്ട്, ഹിജ്റ 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പള്ളി ദർസ് ഉണ്ടായിരുന്നു എന്നതാണ് കാരണം. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഹിജ്റ 6-ാം നൂറ്റാണ്ടില് താനൂർ വലിയ കുളങ്ങര ജുമുഅത്ത് പള്ളിയിൽ ദർസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പള്ളി ദർസ് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ആൾക്കാരെ ഈമാനിന് ഒരു കുഴപ്പം വരാത്തതിന്റെ കാരണം പള്ളി ദർസാണ്. കന്നൂട്ടി വരുന്ന ആളോട് അള്ളണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാല് മുടുങ്കോലും പടി തലമാറി പിടിച്ച് തോൻ പറയും, ദേശം അടുത്തുകൊണ്ട് എനിക്ക് അപ്പൊ കാണിച്ചൊരു തെളിവ്. എന്തേ കാരണം? അത്യാവശ്യം ഫത്ഹുൽ മുഈനിന്ന് 4 പേജും റിയാദുസ് സ്വാലിഹീനിന്ന് 8 ബാബും അതൊക്കെ എന്റെ 20 ബെയ്ത്തും പഠിക്കാത്ത ആരും പഴയ കാലത്തില്ല എന്നുള്ളതാണ്. പള്ളി ദർസാണ് അതിന്റെ കാരണം. 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ വിപുലമായ പള്ളി ദർസുണ്ട്. അതിന് മുമ്പ് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പള്ളി ദർസ് ഉണ്ടായിരുന്നു എന്നതിന് ചില പ്രത്യേകമായ രേഖകളുണ്ട്. 6-ാം നൂറ്റാണ്ട് മുതൽ ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ പള്ളി ദർസ്. സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായങ്ങൾ ഉള്ള ധാരാളം ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും വഹാബിസം കടന്നുകൂടി, ബിദ്അത്ത് കടന്നുകൂടിയപ്പോ കേരളത്തിൽ അതൊന്നും വരാത്തതിന്റെ കാരണം പ്രധാനമായിട്ടും പള്ളി ദർസാണ്. അതുകൊണ്ട് പള്ളി ദർസിനെ നിലനിർത്താൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതിന്റെ ആധുനിക രൂപമാണ് ജൂനിയർ കോളേജുകൾ എന്നെല്ലാം പറയുന്നത്. അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദർസിന് ദർസിന്റെ ഗുണം ഉണ്ടായിരിക്കും, കോളേജിന് കോളേജിന്റെ ഗുണാണ് ഉണ്ടായിരിക്കുക എന്നതാണ്. കോളേജില് ഉസ്താദ് കുട്ടികളെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്, ദർസിൽ ഉസ്താദ് ഇരിക്കുന്നിടത്ത് കുട്ടികൾ ഇങ്ങോട്ട് വരികയാണ്. ഇൽമ് നേടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നതും ഇൽമേറ്റ് ഉസ്താദ് അങ്ങോട്ട് ചെല്ലണവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വേറെയും ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പള്ളി ദർസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളി ദർസ് നിലനിർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ നിലനിർത്തണം. ഇവിടെ നമുക്ക് ദർസ് ഉണ്ടല്ലോ, ഉണ്ട് അൽഹംദുലില്ലാ. നിലനിൽക്കണമെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ട. അതിന്റെ ഇടയിൽ അത് കയറ്റി പറയാം. എന്താ വെച്ചാൽ പള്ളി ദർസ് നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ആദ്യം എല്ലാരും ചെറുതായിട്ട് വലുതായതാന്നൊരു ഓർമ്മ നമുക്ക് ഉണ്ടായാല് പള്ളി ദർസ് നിലനിൽക്കും. എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. എല്ലാരും ആരും സ്വാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ പാറന്റെ ഉള്ളിൽ വലുപ്പത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വലുതായതാണ്. അല്ലാതെ ഈ വലുപ്പത്തിൽ ഉമ്മ പ്രസവിച്ചാൽ ഔട്ട് നടക്കൂല. ചെറുതായിട്ട് ഇങ്ങനെ വലുതാവും. അത് മനസ്സിലാക്കണം. എന്താ വെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. 3 സമയത്താണ് ഒരു മനുഷ്യൻ മാറ്റങ്ങൾ ഉണ്ടാകുക. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയാവുമ്പോ എന്ന് പറയും കാരണന്മാര്. ചിലപ്പോ വാപ്പ അവനോട് പറയും ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ടടാ എന്ന് പറയും. വലിയ കുട്ടി ആകണേന് കുഴപ്പമില്ല, വലിയ കുട്ടിയായി അവനാന് തോന്നിയാല് പ്രശ്നമാവും. അപ്പൊ എനിക്കിങ്ങനെ തോന്നിയാണ് ഞാൻ ഒരു വലിയ കുട്ടിയാണെന്ന് തോന്നിയാൽ എന്താ കുഴപ്പം? പിന്നെ ആര് പറഞ്ഞു ഞാൻ കേൾക്കൂല. അത് മനുഷ്യന് വലിയ പരാജയക്കാരം. വലിയ കുട്ടി ആകണേന് കുഴപ്പമില്ല, പക്ഷെ വലിയ കുട്ടിയായി എന്ന് തോന്നാൻ പാടില്ല, അത് പ്രശ്നമാവും. അതന്നെ ഒന്നാമത്തത്. രണ്ടാമത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ജോലി കിട്ടിയാലാണ് എന്നാണ്. തൊഴിൽ കിട്ടിയാല്, ജോലി കിട്ടണത് വരെ, ഒരു ജോലി കിട്ടാൻ കഴുതക്കാല് വരെ പിടിക്കാൻ തയ്യാറാവും. അതേസമയത്ത് ജോലി കിട്ടിയാൽ സ്വഭാവം മാറും. പിന്നെ തൊഴിലില്ലാത്തവരെ കണ്ണിന്റെ വരെ കണ്ടുകൂടാന്നുള്ളതാണ് പ്രശ്നം. മൂന്നാമത്തത്, പ്രായമാവുമ്പോ, റിട്ടയർഡ് ആവുമ്പോ, ഗവൺമെന്റ് ജോലിയിൽ നിന്നായാലും പാടത്തു നിന്നായാലും കൗങ്ങുമെന്ന് റിട്ടയർഡ് ആയാലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയാലും മദ്രസിൽ നിന്ന് റിട്ടയർഡ് ആയാലും ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും എവിടുന്ന് റിട്ടയർഡ് ആയാലും ഉള്ള കുഴപ്പം കാര്യങ്ങള് കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ എന്നുള്ളതാണ് പ്രശ്നം.
വല്യാപ്പാന്റെ അടുത്തൊക്കെ പേരക്കുട്ടി വരുമ്പോ വലിയ റാഹത്തിലാ വരിക. ആയ് വല്യാപ്പ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വല്യാപ്പ ഗേറ്റിന്റെ അവിടുന്ന് തോളിലൊക്കെ ഇട്ടിട്ട് പേരക്കുട്ടിനെ കൊണ്ടുവരും. 24 മണിക്കൂർ കുഴപ്പമുണ്ടാവില്ല. 25ാമത്തെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് വല്യാപ്പാന്റെ തനി സ്വഭാവം പുറത്തു വരും. പത്രത്തിൽ നിന്ന് ഫോട്ടം കീറി, കണ്ണടയുടെ കാല് മുറിച്ചു, അപ്പടി ഇപ്പടി അങ്ങട്ട് ഇങ്ങട്ട്. സൈക്കിൾമ കയറിയാല് കയറിയതിന്റെ കുഴപ്പം, സൈക്കിൾമ കയറിയില്ലെങ്കിൽ കയറാത്തതിന്റെ കുഴപ്പം. സൈക്കിൾമ കയറിയാല് കണ്ടിലെ ചെറുക്കൻ ഊര മുറിക്കാൻ കയറിയിരിക്കണത് നായി. സൈക്കിൾമ കയറിയില്ലെങ്കിൽ 4,500 ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു സൈക്കിള് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനായുമ്പോ ഒന്ന് കയറി നോക്കിക്കൂടെ നായി. ഇത് പള്ളിക്ക് ഉണ്ടാവും. ഹൗദിന്ന് വെള്ളം മുക്കിയാല് മുക്കിയതിന്റെ കേസ്, ഹൗദിന്ന് വെള്ളം മുക്കിയില്ലെങ്കിൽ മുക്കാത്തതിന്റെ കേസ്, കാൽമക്കൂടെ പറഞ്ഞാല് കണ്ടിലെ പടച്ചോന്റെ ഹൗദത്തെ വെള്ളം മുഴുവൻ മുക്കി വയ്ക്കണമെന്നായി. എന്നാ കാലഗാഥ കയറിയാലോ അള്ളാന്റെ പള്ളിക്കൊക്കെ കാലഗാഥ കയറുന്നായി. ഇതാണ് അവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാല് ചിലതൊക്കെ കാണാത്ത മാതിരി ഇരിക്കേണ്ടി വരും. എല്ലാരും ചെറുതായിട്ട് വലുതായതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ ദർസ് നിലക്കും, അല്ലെങ്കിൽ ദർസ് നിലക്കൂല. ഇവിടെ എന്നല്ല എവിടെയും നിലനിൽക്കില്ല. ഇനി ഈ പറഞ്ഞൊരു കാര്യം ഇവിടുത്തെ ഒരു കാര്യമല്ല, എല്ലായിടത്തും കാര്യം അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും അതെന്താ സംഭവിച്ചാലേ ഒരു കുടുംബപരമായ പ്രശ്നം ഇതിന്റെ ബാക്കില്. അത് കുട്ടികൾ ഇങ്ങനെ ദേശം ഇങ്ങനെ വലുതായി, ഒരാൾ അക്കരമ പോയി, ഒരാൾ ഇക്കരമ പോയി, ഒരാൾ നടുവില് ചായക്കച്ചവടം തുടങ്ങി ഇങ്ങനെ സെറ്റായാല് ഇമ്മിയും കുട്ടികളും ഒന്നായിട്ട് വാപ്പാനൊരൊറ്റ ചവിട്ടം കൊടുക്കും. പിന്നെ വാപ്പാക്ക് പെരയില് തീരെ സീറ്റില്ല. പെരയിൽ എന്ത് നടക്കുകയാണെങ്കിലും വാപ്പാട് ചോദ്യമില്ല, ഉത്തരമില്ല. അറിഞ്ഞു, അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല. വാപ്പാക്കാകെ 3 പണിയാണ് പിന്നെ ഉണ്ടാകുക. ഒന്ന് രാവിലെ മീൻകാരന്റെ അടുത്ത് പോയിട്ട് മീൻ പേടിച്ചോണ്ടിരിക, 2 നഴ്സറിക്കുടിനെ വണ്ടി കയറ്റി കൊടുക്കുക, 3 ഈ ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിട്ട് അവിടെ വല്ല മൂല്യമാറ്റിയോളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ സംസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങട്ട് ഇങ്ങട്ട് അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരുക്ക വന്ന കുട്ടി പിന്നെ ആ വൈക്ക് വരാത്ത കോലത്തിലാക്കുക. ഇതാണ് സംഗതി അറിഞ്ഞത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനി ദർസിലോടത്തുനിന്ന് മാത്രല്ല കേട്ടോ, കുറെയൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാട്ടണത് ഒരു പരിധി വരെ നമ്മൾ കാണാത്ത മാതിരിക്കുക എന്ന് കരുതിയിട്ട് ഇനി കുട്ടികൾ കുരുത്തക്കെടും 32 കാട്ടണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ദർസ് പറഞ്ഞപ്പോ അങ്ങനെ ഓർമ്മ വന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്ന് ആലോചിക്കാൻ പറ്റുമോ? ദർസ് നിലക്കും, അല്ലെങ്കിൽ ദർസ് നിലനിൽക്കൂല. നമ്മളെ കുട്ടിയാണെങ്കിൽ നമ്മൾ നിലനിർത്തുമോ? എന്നിട്ടല്ലേ വേറുള്ളവരെ കുട്ടി. അപ്പൊ അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം എല്ലാരും. ദർസുള്ള പള്ളിയിൽ ദുആക്ക് പ്രത്യേക ഇജാബത്ത് ഉണ്ടാവുമെന്നാണ് നമ്മള് ഇത് പറയലുണ്ടല്ലോ. മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാന്ന്. നമ്മള് നുസ്ക് ആപ്പില് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയ സമയത്ത് ഉറക്കൊഴിച്ച് വരിന്നിട്ട് നമ്മള് കയറിയിട്ട് തോരക്കും. എവിടെ? മദീനത്തെ പള്ളിയില്. പിന്നെ മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞ റൗളയില് കയറിയിട്ട് നുസ്ക് പറഞ്ഞ ആപ്പിൽ ആദ്യം അപേക്ഷ കൊടുക്കണം. ഒരു കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുള്ളൂ. അപേക്ഷ കൊടുത്ത് സമയം കിട്ടിയാല് അലാറം വെച്ച് ഉറക്കൊഴിച്ചിട്ട് പോയി വരി ഇന്ന് കയറിയിട്ട് നിക്കരിച്ചും കണ്ട് തോരക്കും. എന്താണ് മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകത? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മുദർരിസ് ആയിഷ ബിയുടെ വീട്ടിൽ നിന്ന് ദർസ് നടത്തുന്ന സ്ഥലത്തേക്കും ദർസ് നടത്തുന്ന സ്ഥലത്ത് നിന്ന് ആയിഷ ബിയുടെ വീട്ടിലേക്കും നടന്ന സ്ഥലമാണ്. ഒരു മുദർരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണത്. ഇതിനെ വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, പള്ളിയിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, പള്ളി നിർമ്മിക്കുന്നതിന്റെ പണം പരിശുദ്ധമായ പണമായിരിക്കണമെന്നതാണ്, ശുഭത്തിന്റെ മുതലായിരിക്കരുത് എന്നതാണ്. രണ്ടാമത്തേത്, ദർസുള്ള പള്ളികൾക്ക് പ്രത്യേകമായ ഇജാബത്ത് ഉണ്ടാകുമെന്നതാണ്. മുതല്ലിമീങ്ങളുടെ സാന്നിധ്യം ദുആക്ക് ഇജാബത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് നിലനിർത്തണം എന്ന് സഹബന്തേ പറഞ്ഞു. 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പള്ളി ദർസ് ഉണ്ടായതാണ്. ലോകത്ത് എവിടെയും ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ സുന്നികളായി നിലനിന്നതിന്റെ കാരണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ത്വരീഖത്തുകൾ വന്നു, കേരളത്തിൽ വന്നു. അന്നും വ്യാജ ത്വരീഖത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല.
നിസ്കരിക്കാത്ത വലിയുണ്ടാവുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടായിക്കൂടായൊന്നുമില്ല. തക്ലീഫില്ലാത്തവരുണ്ടാവും, ഫനാഇന്റെ മക്കാമിലുള്ളവരുണ്ടാവും, ബക്കാഇന്റെ മക്കാമിലുള്ളവരുണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ഞമ്മക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവരെ പിന്തുടരാൻ പാടില്ല. അതാണ് നമ്മളെ അഖീദ. വലിയ ഉണ്ടാവുന്നതിന് വിരോധമല്ല. തക്ലീഫില്ലാത്ത ഔലിയാക്കന്മാരുണ്ടാവും, അല്ലെങ്കിലും പിരാന്തൻ വിലായത്തില്ലാത്ത ഔലിയായിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. പിരാന്തന് ഹിസാബില്ലല്ലോ. അതുകൊണ്ട് ഭ്രാന്തന്മാര് വിലായത്തില്ലാത്ത ഔലിയായിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പിരാന്തനായ വലിയൊക്കെ ഉണ്ടായേക്കാം, തക്ലീഫില്ലാത്ത വലിയുണ്ടായേക്കാം. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ പിന്തുടരാൻ പാടില്ല. പിന്തുടരപ്പെടുന്ന ആളുകൾ 100-ൽ 110% ശരീഅത്തിന്റെ അഹ്കാമുകൾ പാലിക്കുന്നവരായിരിക്കണമെന്ന് അന്നേ 6-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ പിന്തുടർന്നു വരുന്ന നിയമമാണ്. ആ നിയമം തന്നെയാണ് ഇന്നുള്ളത്. അതിനെതിരിൽ വരുന്ന ത്വരീഖത്തുകൾക്കെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയും. ഈ മൂല്യം പാലിച്ചുകൊണ്ടൊരു ത്വരീഖത്തുണ്ടോ? സമസ്ത അതിനെ പറ്റി ഒന്നും പറയണില്ലല്ലോ. അതേ സമയത്ത് ശരീഅത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചാൽ പറയും അതിൽ ആളുകൾ പിന്തുടരാൻ പാടില്ലെന്ന് പറയും. ആള് പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞാല് എല്ലാ ത്വരീഖത്തിന്റെയും അഹ്ലുകാരുടെ അഖീദ പയച്ചുന്നോ ഓല് നരകത്ത് പോകുന്നോ ഒന്നും അതിന് അർത്ഥം വെക്കണ്ട. അങ്ങനെ ഉള്ളതും ഉണ്ടാവും, പക്ഷെ എല്ലാതും അങ്ങനെയാണെന്ന് വെക്കേണ്ടതില്ല. ആൾക്കാരെ ഇതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. കാരണം ശരീഅത്തിന്റെ നിയമങ്ങൾ 100% പാലിക്കുന്ന ത്വരീഖത്തുകൾക്ക് മാത്രമേ 6-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അഹ്ലുൽ ഹഖ് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ത്വരീഖത്തൊക്കെ ഇന്നിപ്പോ ഒരു സുഖായി വരുന്നുണ്ട് ആൾക്കാർക്ക്. 3 വഴികളിലൂടെ ഷാദുലി ത്വരീഖത്ത് കേരളത്തിൽ വന്നു. ഒന്ന് കോഴിക്കോട് കാളിമാർ മുഖേന വന്നിട്ടുണ്ട്, മറ്റൊന്ന് കൊച്ചി വഴിയായി വന്നിട്ടുണ്ട്, മറ്റൊന്ന് കേരളത്തിലെ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങൾ വഴിയായി വന്നിട്ടുണ്ട്. 3 വഴിയും ഹക്കായ വഴിയാണ്. ഷാദുലി ത്വരീഖത്ത് വന്നു. നമ്മളിന്ന് ഷാദുലി ത്വരീഖത്തിന്റെ ഭാഗമായി വന്ന ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാരിയ സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് പറഞ്ഞ നമ്മൾ ചെയ്യുന്ന സ്വലാത്ത് ഷാദുലി ത്വരീഖത്തിൽ പെട്ടതാണ്. നമ്മൾ ജുമാഅത്ത് എന്നാൽ വെള്ളിയാഴ്ച ജുമാഅത്ത് എന്നാൽ പള്ളിയിലുണ്ടാവും അൽക്കബും സ്വലാത്തും കണ്ടൊരു ഏട്. പഴയ പള്ളിയിലേ ഉണ്ടാവുള്ളൂ, പുതിയലിപ്പോ ഓതാൻ നേരമില്ലാത്തതുകൊണ്ട് ഏട് ഉണ്ടാവില്ല. പഴയ പള്ളിയിലുണ്ടാവും. പിന്നെ വല്ല മ്യൂസിയത്തിലെവിടെയൊക്കെ ചിലപ്പം തെരഞ്ഞാൽ കിട്ടും അൽക്കബും സ്വലാത്തും കണ്ടൊരു ഏട്. ഇത്ര പോകുന്ന ചെറിയൊരു ഏട്. അതിന്റെ പകുതി അൽക്കവും പകുതിക്കൊന്നും കണ്ടൊരു സ്വലാത്തുമാണ് ഉള്ളത്. ഏതാ സ്വലാത്ത്? ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ള ത്വരീഖത്തിന്റെ വഴിയായി വന്നിട്ടുള്ള 7 സ്വലാത്തുകളുടെ സമാഹാരമാകുന്നു അത്. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണു കാണാ പിന്നെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പിന്നിട്ടതിന് ശേഷം കാഴ്ച ശക്തി നഷ്ടപ്പെട്ട ആളായി മാറിയെന്നാണ്. ജന്മനാ കണ്ണു കാണാത്ത ആളുണ്ടായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന് കണ്ണുണ്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നമ്മള് എന്തേലൊക്കെ വർത്താനം പറഞ്ഞങ്ങാണ്ട് തമ്മിൽ തെറ്റിയാ ചോദിക്കൂല ബുഖാരിയിലുണ്ടോ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചോദിക്കുക ബുഖാരിയിലുണ്ടോ എന്നാണ്. നാളെ ഒരാൾ ചോദിച്ചു ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ എന്താ ഇമാം ബുഖാരി ഇതില് നമ്മളും വിദഗ്ധരും നമ്മൾ തമ്മിൽ വ്യത്യാസം കേട്ടോ. മുബത്തദിയുകൾ സഹീഹുൽ ബുഖാരിയെ അംഗീകരിക്കും, ഇമാം ബുഖാരി അംഗീകരിക്കൂല. നമ്മള് സഹീഹുൽ ബുഖാരിയെയും അംഗീകരിക്കും, ഇമാം ബുഖാരിയെയും അംഗീകരിക്കും. മുബ്തദികൾ സ്വഹീഹ് മുസ്ലിം അംഗീകരിക്കും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അംഗീകരിക്കൂല. നമ്മൾ സ്വഹീഹ് മുസ്ലിമിനെയും അംഗീകരിക്കും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. അതാണ് നമ്മളും ഓലും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണു കാണാത്ത ആളായിരുന്നു. വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ട യതീം കുട്ടിയായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ ഉമ്മ തോരന്ന് പഠിച്ചോനെ ഇന്റെ കുട്ടിക്ക് കണ്ണിന് കാഴ്ച തരണേ അല്ലാന്ന് തോരന്ന് ഒരു ദിവസം മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കിനാവിൽ കണ്ടു.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കിനാവിൽ സങ്കടം പറഞ്ഞു. ഇന്റെ മോന് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഇതിന് കാഴ്ച ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ചയുണ്ട്. 4000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ. നമ്മൾ സഹീഹുൽ ബുഖാരിനെ അംഗീകരിക്കും, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. അതാണ് നമ്മളെ പ്രത്യേകത എന്ന് പറയുന്നത്.